ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതാ പതിവ് പോലെ രാവിലെ തന്നെ ചായക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചായക്ക് നന്നായിട്ട് തളിച്ച് വന്നതിന് ശേഷം ഞാൻ പൊടി ഇട്ട് കൊടുക്കുകയാണ്. നല്ല സ്ട്രോങ് ഉള്ള ചായ രാവിലെ ഒരു പതിവാണ് കേട്ടോ, ഒരു ഗ്ലാസ് ചായ. അപ്പോൾ അതിന് ഞാൻ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ എല്ലാവർക്കും നിർബന്ധമാണ് കേട്ടോ, നല്ല സ്ട്രോങ്ങിൽ. മക്കൾക്ക് പിന്നെ റിഷുവിനും ജുനക്കും പിന്നെ ഞാൻ അങ്ങനെ സ്ട്രോങ്ങിലൊന്നും ചായ കൊടുക്കലില്ല. രാവിലെ തന്നെ നല്ല സ്ട്രോങ്ങുള്ളൊരു ചായ കുടിച്ചെങ്കിൽ ജോലിയൊക്കെ ചെയ്യാൻ നമുക്ക് ഒരു ഉന്മേഷം കിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അരി ഇടാൻ വേണ്ടിയിട്ട്. സ്കൂളുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ വെള്ളം തളിച്ചപ്പോൾ ഫ്ലാസ്കിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. രാവിലെ തന്നെ ഒരു ആശ്വാസം, മാവ് തലേന്ന് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശക്ക്. ഇഡ്ഡലിക്ക് ഞാൻ അങ്ങനെ ഒന്നായിട്ട് അരിച്ചക്കലാണ്. പിന്നെ ആവശ്യത്തിന് എടുത്തിട്ട് ദോശക്ക് ആവശ്യത്തിന് ഞാൻ എടുത്ത് മാറ്റി വെക്കലാണ്. ബാക്കി ഫ്രിഡ്ജിലോട്ട് തന്നെ എടുത്ത് വെക്കലാണ്. അപ്പോൾ ഇതാ റിഷുവിനും ജുനക്കും കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ ഞാൻ ബോട്ടിലാക്കി കൊടുക്കുകയാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ ചെയ്ത് വെക്കും. പിന്നെ ഞാൻ സോയാബീൻ തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ഉപ്പിട്ടിട്ടാണ് കേട്ടോ ഞാനിത് മസാല തേച്ച് വെക്കൽ. ജുനക്കും റിഷുവിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവർക്ക് ഞാൻ അങ്ങനെ കൊടുത്തയക്കാറാണ്. അങ്ങനത്തെ പണികളൊക്കെ ഞാൻ നേരത്തെ തന്നെ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഒക്കെ നമുക്ക് അടുപ്പ് ഇതിനനുസരിച്ച് വേഗം വെച്ച് കൊടുക്കാൻ. ഞാൻ 3 അടുപ്പിലുള്ളതിൽ 3 അടുപ്പിലും വെക്കും കേട്ടോ. കാരണം വെച്ചാൽ അവർക്ക് പോകാനാകുമ്പോഴേക്കും തന്നെ ചോറും കറികളൊക്കെ ആവണമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കാറാണ്. ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടൊന്നുമില്ല, അത് ഞാൻ വേഗം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പുറത്ത് ചോറ് തിളക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് തലയുണ്ടോ, മീനിൻ്റെ തലയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതൊന്ന് കറി വെക്കുകയാണ്. ഇത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, അത് ഞങ്ങൾക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചുകൊണ്ട് ഞാൻ ഉലുവ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതാ ഞാൻ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയം ഞാൻ ജുനക്ക് മാറ്റി കൊടുത്തിട്ട് അവൾ മദ്രസയിലേക്ക് പോവാണ് കേട്ടോ. അവളെ മാറ്റിയിട്ട് പറഞ്ഞേക്കൽ തന്നെ വലിയൊരു ടാസ്ക്കാണ്. അങ്ങനെ അവർ പോയതിൻ്റെ ശേഷം പിന്നെ ഞാൻ തിരിച്ചു വന്നു. നന്നായിട്ട് ഉള്ളി വെന്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് തക്കാളിയും ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയം ഞാൻ സോയാബീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് ഞാനതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയം തന്നെ ഞാനിന്ന് പച്ചക്കായ് കറിയാണ് ഉണ്ടാക്കുന്നത്. അവർക്ക് കൊണ്ടുപോകാൻ വേണം സ്കൂളിലേക്ക്. ഞാനിങ്ങനെ പച്ചക്കറീൻ്റെയും പിന്നെ ഉള്ളിൻ്റെയും ഇതൊക്കെ തോല് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ ആക്കിയിടൽ. എന്താ വെച്ചാൽ ഞാൻ പച്ചക്കറീൻ്റെ വേസ്റ്റൊക്കെ ഞാൻ ബയോഗ്യാസിനാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കൽ. പക്ഷേ ഇപ്പം ഞങ്ങളെ ബയോഗ്യാസ് എന്തോ അതിപ്പോൾ ഗ്യാസ് അങ്ങനെ കയറുന്നില്ല, അതിനെന്തോ ചെറിയൊരു പൊട്ടുണ്ട്. അപ്പം ഗ്യാസൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം അതിലേക്ക് ഇടലില്ല. ഉള്ളിൻ്റെ തോടും മുട്ടൻ്റെ തോടും ഒഴിച്ച് ഞാനെല്ലാം പച്ചക്കറിൻ്റെ വേസ്റ്റുകളും അതിലാണ് ഇടൽ. കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കലുണ്ട്. അത്യാവശ്യം നല്ല 2-2.5 മണിക്കൂർ ഞങ്ങൾക്ക് കിട്ടലുണ്ട് കേട്ടോ ബയോഗ്യാസ്. പക്ഷെ അപ്പം അത് കേടുന്നത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് ഇടലില്ല. പച്ചക്കായ മുറിച്ചിടുന്നതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചക്കായൻ്റെ കറൊക്കെ പെട്ടെന്ന് ഇളകി കിട്ടും.
അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ നന്നായിട്ട് കറികളൊക്കെ ഇളകി വരും. അതവിടെ നിൽക്കട്ടെ. അപ്പം നമ്മൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ആ പച്ചമണം മാറുന്നത് വരെ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ പച്ച കുത്തൊന്നും ഉണ്ടാവില്ല. ഇതവിടെ കടന്നൊന്ന് വേവട്ടെ. ആ സമയം കൂടി നമുക്ക് പച്ചക്കായ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ചോറ് ഞാൻ റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. വാളംപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ മക്കൾക്കൊന്നും കൂടുതൽ പുളിയൊന്നും പറ്റില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് പുളി മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പച്ചക്കായിലേക്ക് തക്കാളിയും ഒരു 10-12 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേവാൻ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ കുറച്ച് മീനും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് മസാല തേച്ച് വെക്കുകയാണ്. മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട്. അടവ് മീനാണ്, അപ്പോൾ ഞാനത് വേഗം തേച്ച് വെക്കുക, മസാലയൊക്കെ തേച്ച് വെക്കുകയാണ്. ഇനി ഇത് കഴിക്കാൻ നേരത്ത് മാത്രമാണ് കേട്ടോ പൊരിച്ചെടുക്കുക. ഇത് മൂടി വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ മീൻ തലയാണ് ഇട്ടത്. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുള്ള കറിയിലേക്ക് നമ്മൾ ഈ മീനിൻ്റെ തല ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം ഞാൻ പച്ചക്കായിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കുന്നുണ്ട്. തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വലിയ ജീരകം ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ 2-3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി മീൻ വറവിടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളി ഒന്ന് തോലൊക്കെ ഒന്ന് പൊളിച്ച് വെക്കുകയാണ്. അപ്പോൾ അത് നമ്മളെ മീൻ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കറി ഒന്ന് വറവിട്ടെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ മീൻ തല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമ്മളെ പച്ചക്കറി നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുക്കാം.
തേങ്ങയും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതാ ലാസ്റ്റ് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങ അരച്ച് കറിയാകുമ്പം നന്നായിട്ടൊന്ന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറവിട്ടെടുക്കുക. അപ്പം നമുക്കിതൊന്ന് കറി ഒന്ന് വറവിട്ടെടുക്കാം. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് താളിച്ച് വയ്ക്കുക. അപ്പം മക്കൾക്ക് കൊണ്ടുപോകാനുള്ള കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പേരിയാണ് ഉണ്ടാക്കാനുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇനി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകും കറിവേപ്പിലയാണ്. ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ദോശയ്ക്കുള്ള നമുക്ക് പയറൊന്ന് ഉപ്പേരി വെച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ പയർ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ റിതുവിന് സോയാബീൻ ഇഷ്ടമല്ല. അപ്പോൾ അവൾക്ക് ഞാൻ ഉരുളക്കിഴങ്ങാണ് കേട്ടോ പൊരിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ പയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.